വരുന്നതിലെതിരൊന്നുമില്ല, വരുന്നത് നല്ലതാണ്. കാരണം ഇക്വാളിറ്റി രണ്ടുപേർക്കും വേണമല്ലോ. എപ്പോഴും സ്ത്രീകളെ വിശ്വസിക്കാനും പറ്റത്തില്ല. അവർ പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിൽ എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് അന്വേഷിക്കണം. നല്ലതാണെന്നല്ല, വരണം. രണ്ടുപേർക്കും വേണമല്ലോ, അത് ശരിയല്ലല്ലോ. നല്ല സ്ത്രീകളുണ്ട്, നല്ല പുരുഷന്മാരുണ്ട്. ചീത്ത സ്ത്രീകളുണ്ട്, ചീത്ത പുരുഷന്മാരുണ്ട്. രണ്ടുപേർക്കും വേണമല്ലോ, സമത്വം വേണമല്ലോ. സ്ത്രീ സമത്വം പോലെ പുരുഷ സമത്വം എല്ലാം വേണം. സ്ത്രീകൾക്ക് പോലെ തന്നെയാണ് പുരുഷന്മാർക്കും സെയിം ഒരു പ്രയോറിറ്റി ഇവിടെ വേണം. എന്നാലേ എല്ലാവർക്കും ഈക്വൽ ചാൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി എല്ലാവരും കുറേ പേര് പുറത്തിറങ്ങുന്നുണ്ട്. അവർക്ക് ഈക്വലായിട്ട് പുരുഷന്മാരുടെ എല്ലാ ഇത് സ്ത്രീകൾക്കും വേണം എന്ന് പറയുന്നത് പോലെ സ്ത്രീകൾക്കുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റും അതേപോലെ എല്ലാം പുരുഷന്മാർക്കും ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഇഷ്യൂ വന്നാൽ അതേപോലെ അവർക്ക് വേണ്ടി മുന്നോട്ട് സംസാരിക്കാനും ഒക്കെ ഒരു ഇതേപോലെ എന്തെങ്കിലും ഒരു സംഘടന വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗ്രീഷ്മയുടെ കേസ് തന്നെ കണ്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 100% ആളുകളും സപ്പോർട്ടാണ് പറയുന്നത്. കാരണം ആ പയ്യന് പോസിറ്റീവായിട്ടുള്ള ഒരു നീതി കിട്ടിയെന്ന്. അതും ഇതുപോലെ സ്ത്രീകൾ ചെയ്യുന്നതിൻ്റെ പലതും പുരുഷന്മാരും ബലിയാടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സമൂഹത്തിൽ ഈക്വൽ ഒരു സ്ഥാനം എല്ലാവർക്കും വേണം എന്നാണ്. അതിന് സ്ത്രീ പുരുഷൻ എന്നൊരു ഭേദം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊരു ഇഷ്യൂ വന്നാൽ പോയി സമീപിക്കാനായിട്ട് വനിതാ കമ്മീഷനുണ്ട്. അതേപോലെ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഒരു കമ്മീഷൻ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാര്യം അവർ നേരിടുന്ന ഇഷ്യൂസ് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഒരു കമ്മീഷൻ വരുന്നത് എന്തുകൊണ്ടും അത് ഇക്വാളിറ്റിയുടെ ഭാഗമാണ്, വരുന്നത് നല്ലതാണ്. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധനമല്ല, മോശം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതുമല്ല. ഇത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ സംസാരിക്കേണ്ടത്. ചില സാഹചര്യങ്ങളിൽ നീതി കിട്ടാതെയും വരുന്നുണ്ട്. വനിതാ കമ്മീഷൻ ഇടപെടാതെ അല്ലെങ്കിൽ ആ ഒരു നീതി നടപ്പാവാതെ പോകുന്ന സിറ്റുവേഷൻസും വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കുക, അങ്ങനെ മെൻസിന് വേണ്ടി ഒരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ നീതിക്ക് വേണ്ടി മാത്രം അത് ഉപയോഗപ്പെട്ടാൽ അത്രയും നല്ലതായിരിക്കും. ഈ ഗ്രീഷ്മ കേസിൽ തന്നെ ഇപ്പം ഗ്രീഷ്മ ആദ്യം ഈ ഒരു കേസ് വന്ന സമയത്ത് ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു എല്ലാവരും നിന്നത്. ഇപ്പം എഡ്യൂക്കേഷൻ്റെ കാര്യമായിരുന്നാലും ഒക്കെ. പക്ഷേ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കാര്യം ആരും ചിന്തിക്കില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആവശ്യമാണ്, ഇത് മെൻസിന് ആവശ്യമാണ്. ഒരു കേസ് വന്നാൽ തന്നെ ഇപ്പം സ്ത്രീ എന്നൊരു പരിഗണനയുണ്ട്. അവൻ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക പരിഗണന, അവൻ പുരുഷനല്ലേ എന്നാണ് ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക എവിടെയും പരിഗണനയുണ്ട്. ആരുടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളപ്പരാതി കൊടുത്താൽ തന്നെ അത് വാലിഡ് ആയിരിക്കും. ഇപ്പൊ ഇന്നത്തെ ടൈമിൽ അത് വാലിഡ് ആണ്. കാരണം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ നിയമങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാർക്കും ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നല്ലതാണ്.